നമ്മുടെ +1 ഓണം എക്സാം ഇന്നത്തോടുകൂടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ എക്സാം ആണ് +1 ഇംപ്രൂവ്മെന്റ് എക്സാം. അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ കാണിക്കേണ്ടത്. കാരണം അവിടെ കിട്ടുന്ന മാർക്കും അടുത്ത വർഷം 2027 പബ്ലിക് എക്സാം മാർച്ച് എക്സാമോടെ ചേർത്തുകൊണ്ടുള്ളതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെങ്കിലും അടുത്ത വർഷത്തെ ഒരു കോഴ്സിന് പോകുമ്പോഴൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതാണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് +1 ഇംപ്രൂവ്മെന്റ് എക്സാം ആണെന്നുള്ളതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പലരും ഇനി ഇംപ്രൂവ്മെന്റ് എക്സാം ഇനി മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ലാസ്റ്റ് കുറച്ച് പഠിച്ചിട്ട് പഴയതിനേക്കാളും +1 റെഗുലർ കിട്ടിയതിനേക്കാളും മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ അത് നല്ലൊരു മാർക്ക് കിട്ടും. കാരണം ഇനി സ്കൂളിലോട്ട് നിങ്ങൾ അടുത്ത ടൈമിലോട്ട് എത്തുമ്പോൾ ടീച്ചേഴ്സിനും നിങ്ങൾക്കും ഒത്തിരി ജോലികളാണ്. ആ ജോലികളുടെ ഒന്നെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ തന്നെയാണ്. അതൊരു വലിയൊരു ടാസ്ക് ആണ്. എല്ലാ കുട്ടികളെയും കൊണ്ടും പ്രാക്ടിക്കൽ ചെയ്യിപ്പിച്ച് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യിച്ച് റെക്കോർഡ് ബുക്കും ഒക്കെ എഴുതി സൈൻ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. 2, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പോലെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈം എന്നല്ല, ഒരു തേർഡ് ടൈം കൂടെ ചേർത്തായിരിക്കും അവർ ടീച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടെയാണ് നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് പഠിച്ച് തുടങ്ങേണ്ട ടൈം ഇപ്പോഴാണ്. ഈ വരുന്ന കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. എന്തായാലും നമ്മൾക്ക് 1ഉം 2ഉം സബ്ജക്റ്റുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ അവനെ നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം. കാരണം പലർക്കും ഇപ്പോൾ ഒരു റെസ്റ്റിന്റെ ഒരു മോഡിലാണ് എത്തിയേക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ എക്സാം നടക്കുന്നത് ഒക്ടോബർ മാസം 13-ാം തീയതിക്ക് ശേഷമാണെന്നാണ് ഇപ്പോഴത്തെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്. അതെന്തായാലും ഒഫീഷ്യൽ ആകാൻ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, ഒരു താമസം ഉണ്ടാകത്തില്ല. ഉടൻ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇനിയും പലരും ഈ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല സബ്ജക്റ്റുകളും മാറ്റി വെക്കും. അത് നമ്മൾ മണ്ടത്തരമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളിപ്പോൾ +2 ആണ് പഠിക്കുന്നത്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ ഇത്തിരി ഈസിയാണ്. കാരണം നിങ്ങൾ +2 പഠിക്കുമ്പോൾ +1 എക്സാം ഇത്തിരി നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച സബ്ജക്റ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് 3 എണ്ണം വരെ എഴുതാമല്ലോ, മാക്സിമം 3 എണ്ണം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഇത്തിരി മാർക്ക് കൂടുതൽ കിട്ടിയാൽ +2 ഇത്തിരി കുറഞ്ഞാലും പ്രയോജനപ്പെടും. കാരണം +2 എക്സാമിന്റെ രീതിയൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ടഫ് ആവാം. അതുകൊണ്ട് നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് മാക്സിമം പഠിക്കുന്ന ടൈം ആണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമെന്നാണ്. പിന്നെ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഫീസും ലാസ്റ്റ് ഡേറ്റും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങളെ എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.